മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കിയത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഘടകകക്ഷികൾ. വിഷയത്തിൽ അഭിപ്രായം പറയാൻ ലീഗിന് എന്താണ് കാര്യമെന്ന് ജി സുകുമാരൻ നായരുടെ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ച 3 പേരിൽ ആരെയും എതിർക്കാനോ പിന്തുണയ്ക്കാനോ പാടില്ലായിരുന്നു. മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ പിന്തുണച്ചത് ശരിയായില്ല. എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ദുരൂഹതകളുണ്ടെന്നും സുകുമാരൻ നായരുടെ വിമർശനം. സത്യത്തിൽ ഇവിടെ ആരെ കുഴപ്പമുണ്ടാക്കിയത്? മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനുള്ളതാണെന്ന് നേരത്തെ തന്നെ ഒരു ധാരണയില്ലേ? അവിടെ ഒരാൾക്ക് പകരം 3 പേരായി. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? ആവശ്യമില്ല. ലീഗ് അടക്കം ഉള്ളവരെ തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഘടകകക്ഷികൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച ഈ സ്ഥാനത്ത് പല 3 പേര് വന്നതുകൊണ്ട് അതിൽ ആരെയും പിന്താങ്ങാനോ എതിർക്കാനോ ചെയ്യാൻ പാടില്ലായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തെയും സുകുമാരൻ നായർ എതിർത്തു. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം. വിദ്യാഭ്യാസ വകുപ്പ് ജനകീയമാകണമെങ്കിൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് ഇതിനു മുമ്പും പലതവണ NSS ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ UDF-ന് 30 സീറ്റ് നഷ്ടപ്പെടും. 102 സീറ്റിന്റെ ശോഭ കിട്ടും. അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ജനം, കോട്ടയം.